നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ബുദ്ധി, വിദ്യാഭ്യാസം, എഴുത്ത്, കഴിവ്, ആശയവിനിമയം, വാക്കാലുള്ള കഴിവുകൾ എന്നിവ നിയന്ത്രിക്കുന്ന ഗ്രഹമായാണ് ബുധനെ ജ്യോതിഷത്തിൽ വിലയിരുത്തുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ യുക്തിശക്തി, വിശകലന വൈദഗ്ധ്യം, ബുദ്ധിശക്തി എന്നിവയെയും ബുധൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇനി ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ബുധൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലഗ്നത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ ബുധൻ നിന്നാൽ അത്തരക്കാർ വളരെ സൂത്രശാലികളായിരിക്കും. നല്ല ഓജസ്സും തേജസ്സുമുള്ള ഇവർ ബുദ്ധിശക്തിയും ശരീരകാന്തിയുമുള്ളവരും എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നവരുമായിരിക്കും. ലഗ്നത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാകുന്നതാണ്. ലഗ്നത്തിൽ ബുധൻ വരുന്നത് എല്ലാ രീതിയിലും മികച്ച ഫലങ്ങളാണ് ജാതകന് നൽകുന്നത്. ഇനി ബുധൻ രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവർ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നത സ്ഥാനങ്ങളിലെത്തുമെന്നാണ്. വളരെയധികം ബുദ്ധിശാലികളായിരിക്കും ഇത്തരക്കാർ. ഇതുകൂടാതെ അവർ സംഭാഷണപ്രിയരും സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുന്നവരുമായിരിക്കും. കന്നിരാശി രണ്ടാം ഭാവമായി വരികയാണെങ്കിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ബുധൻ മൂന്നാം ഭാവത്തിലാണുള്ളതെങ്കിൽ അത്തരക്കാർ ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകേണ്ടി വരുന്നുണ്ട്. എല്ലായ്പ്പോഴും ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഇവർക്ക് നേരിടേണ്ടതായി വരുന്നതാണ്. ഇനി നാലാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ സർക്കാർ തലത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായി തീരുന്നതാണ്. ഇവർ കീർത്തി, വാഹനം, ധനം എന്നിവ നേടുകയും ബന്ധുബലം പൊതുവെ കുറഞ്ഞവരുമായിരിക്കും. മാതൃസ്നേഹമുണ്ടെങ്കിലും മാതാവുമായി അകന്നു കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. നാലാം ഭാവത്തിൽ ബലവാനായ ബുധൻ തനിച്ചു നിൽക്കുകയാണെങ്കിൽ സുഖ സൗഭാഗ്യങ്ങൾ ഇവർ തേടിയെത്തുന്നതാണ്. ഇനി ബുധൻ 5-ൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. ഒരാളുടെ ജാതകത്തിൽ ബുധൻ 5-ാം ഭാവത്തിലാണെങ്കിൽ ഇവർ ആഭിചാര കർമ്മങ്ങളിലും മറ്റും താല്പര്യമുള്ളവരായിരിക്കും. ഇതുകൂടാതെ വിദ്യ നേടുന്നതിൽ ഇവർ മുൻപന്തിയിൽ തന്നെയായിരിക്കും. ഈ ജാതകർക്ക് പെൺസന്താനങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇവർ വളരെയധികം സൂത്രശാലികളുമായിരിക്കും. ബുധൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നവർ കാർക്കശ്യ സ്വഭാവം കൂടുതലായി ഉള്ളവരായിരിക്കും. 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകൻ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്തവനായിരിക്കും. മുൻകോപിയും കലഹത്തിലും വ്യവഹാരത്തിലും ഇടപെടുന്നവരായിരിക്കും ഇത്തരക്കാർ. പൂർവിക സ്വത്തുക്കൾ ചെലവഴിക്കുന്നതിനാൽ ഇവർ വലിയ കടക്കാരായിത്തീരുന്നതാണ്. എന്നാൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ ഒരു ശുഭഗ്രഹം വീക്ഷിച്ചാൽ ദോഷങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്.
ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നവർ വിദ്യ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ഇവർ കുടുംബത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്നവരുമായിരിക്കും. ഇവർക്ക് മികച്ച കുടുംബജീവിതമുണ്ടായിരിക്കും. ഇതുകൂടാതെ ജീവിതത്തിൽ എന്തും സ്വന്തമായി ആർജിച്ചെടുക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നവർ സാഹിത്യ മേഖലയിൽ തിളങ്ങുന്നവരായിരിക്കും. ഇവർക്ക് ദീർഘായുസ്സും പ്രശസ്തിയും പ്രതാപവും ഉണ്ടാകുന്നതാണ്. വലിയ മേധാശക്തിയുള്ള ഇവർ സ്ത്രീകളാൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. 8ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിൽക്കുന്നതാണ് ഇവർക്ക് ഏറെ ഗുണകരം. ഇനി ബുധൻ 9ാം ഭാവത്തിലാണെങ്കിൽ അതിനർത്ഥം ജാതകത്തിൽ ബുധൻ ബലവാനാണെന്നാണ്. ഇവർക്ക് ധാരാളമായ അല്ലെങ്കിൽ ഇവരെ തേടി ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കൂടാതെ ബുദ്ധി, വിദ്യ, ധനം എന്നിവയും ഇവരെ തേടിയെത്തും. വളരെയധികം ദാനശീലരായിരിക്കും ഈ ജാതകർ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലായി ചെയ്യുന്നത്. ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നവർ വാദപ്രതിവാദങ്ങളിൽ സമർത്ഥരായിരിക്കും. ഇവരിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ നിയമജ്ഞരായിത്തീരുന്നതാണ്. കൂടാതെ ഇവർ വ്യവഹാര നടത്തിപ്പിലും മറ്റും സാമർഥ്യമുള്ളവരുമായിരിക്കും. അതുകൂടാതെ കവിത, സാഹിത്യം, ഗണിതം എന്നിവയിലും ഇവർ ശോഭിക്കും. സമ്പത്തും സുഖവും ഇവർ വേണ്ടുമോളം ആർജിക്കുന്നതാണ്. 11ാം ഭാവത്തിൽ ബുധനുള്ളവർ വളരെയധികം ശാരീരിക സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കും. നല്ല ദീർഘായുസ്സുള്ളവരും നല്ല ആരോഗ്യമുള്ള ശരീരപ്രകൃതി ഉള്ളവരുമായിരിക്കും ഇക്കൂട്ടർ. സാമ്പത്തികമായി മികച്ച നിലയിൽ കഴിയുന്ന ഇവർക്ക് പലവിധത്തിലുള്ള വരുമാനങ്ങളും ഉണ്ടായിരിക്കും. പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ജാതകൻ എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നവരായിരിക്കുമെന്നതാണ്. എന്നാൽ ഇവർക്ക് ബന്ധുബലം വളരെ കുറവായിരിക്കും. ഇവർ കാപട്യം കൂടുതലുള്ളവരും അലസത ഏറിയവരുമായിരിക്കും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ ഈ ജാതകർക്ക് സാധിക്കുന്നതാണ്. കൂടാതെ മറ്റുള്ളവരുടെ സ്നേഹബഹുമാനങ്ങൾ നേടിയെടുക്കുന്നതിനും ഇവർക്ക് സാധിക്കും.